Namaskar. I am Saraswati Shankar, daughter of Nallai T.V. Krishnamurthy, retired principal of Sri Swati Tirunal College of Music, Trivandrum. I am really very glad to share that we children have decided to celebrate the 100th birthday of our father today, and we have with us some legendary musicians, journalists, disciples, and people from various walks of life. Today, Srimati Rukmani Gopalakrishnan, Veena Vidushi, Veena Vadana Shastrakya, this is the title conferred upon her by the Veena Sangeet Sangh, New Delhi, is the person who is going to inaugurate this function. She is the disciple and niece of my father, that is, she is my aunt, to be very frank. And then we have with us Sri Venkatramanan Poti. He also had been in my home, that is, he underwent the lessons by Gurukula Vasa system. He stayed at home, he was with my father throughout his life till the end, till 2006, 25th January. Though there were two more people studying in Gurukula Vasa system, that is one Sri Padmanabhan and Sri Nambudiri. But Sri Venkatraman is the person who had been with my father till the end. Then we have today the Mridangam Maestro, Padma Bhushan, Sri Umayalpuram K. Shivarama Sir. He was really happy on hearing that we are celebrating the 100th birthday of our father, and he immediately consented that he will also join us. Thank you, sir. Then we have the vocal maestro, Kalai Mamani, Sri T. N. Seshagopalan sir. In fact, I remember him visiting us when I was a small child in this Annaval Street. That is the house where my father and we all lived together. So, he also immediately said, I am really very happy and honored to be a part of this celebration. And so, thank you, sir, for your consent. And now we can start the function. Celebrations are starting now. Thank you. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എൻ്റെ പ്രഥമ വായ്പാട്ട് ഗുരുവും അമ്മാവനും ആയ ഗായകരത്നം ശ്രീ നല്ലൈ ടി.വി. കൃഷ്ണമൂർത്തി സാർ, സ്വാതി തിരുനാൾ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ, അദ്ദേഹത്തിൻ്റെ 100ാമത്തെ ജന്മദിനമാണ് ഇന്ന് നാം ആഘോഷിക്കേണ്ടത്. അദ്ദേഹം എന്നെ ആദ്യം പ്രാരംഭ സംഗീതങ്ങളെല്ലാം പഠിപ്പിച്ച് എന്നെ 13ാമത്തെ വയസ്സിൽ സ്വാതി തിരുനാൾ അക്കാഡമിയിൽ കൊണ്ടു വായ്പാട്ട് വിഭാഗത്തിൽ ചേർത്തു. അന്ന് തൊട്ടു എന്നെ അദ്ദേഹം പഠിപ്പിക്കാൻ തുടങ്ങി. തേർഡ് ഇയർ വരുമ്പോൾ സെക്കൻഡ് ഇയർ, അന്നത്തെ കാലത്തിലൊക്കെ സെക്കൻഡ് ഇയറൊക്കെ പബ്ലിക് എക്സാമിനേഷനാണ്. അതിനെ ശ്രീ മുസ്രി സുബ്രഹ്മണ്യർ ജഡ്ജായിട്ട് വന്നു. അദ്ദേഹം എൻ്റെ വീണവാദന കേട്ടിട്ടു, നീ പ്രൈവറ്റായിട്ട് പഠിക്കുന്നുണ്ടോ കുട്ടി എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ശരി, വീട്ടിൽ വീണയുണ്ടോ? ഇല്ല. ശരി, പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ ചെമ്മൻകുടി ശ്രീനിവാസനാണ് അന്നത്തെ പ്രിൻസിപ്പൽ. അദ്ദേഹത്തിന് ഇവൾ നാളെ ഒരു വീണ വിദൂഷയായിട്ട് വരും, അതുകൊണ്ട് ഇവൾക്ക് വീണയിലോട്ട് ഡബിൾ പ്രൊമോഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തു. അദ്ദേഹം ഇത് ഗവൺമെൻറ്റിലോട്ട് അയച്ച് അത് സാങ്ഷൻ വന്ന് എന്നെ സെക്കൻഡ് ഇയറിലേക്ക് 5th ഇയറിലേക്ക് എടുത്തിട്ടു. അങ്ങനെ വീണ മെയിൻ 5th ഇയർ, ഞാൻ 5th ഇയറിൽ ചേർത്തു. അന്ന് പത്മഭൂഷൺ ശ്രീ കെ എസ് നാരായണൻ സാറും കെ ശിവരാമൻ സാറുമാണ് എൻ്റെ ഗുരുവായിരുന്നത്. അദ്ദേഹം വളരെ അസാധ്യമായിട്ട് പഠിപ്പിക്കും. രണ്ടുപേരും നന്നായിട്ട് എന്നെ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിക്കുമ്പം അപ്പോൾ അമ്മാവൻ വീട്ടിൽ രാഗം, താനം, നിറവൽ, സ്വരം ഇതൊക്കെ എന്നെ പഠിപ്പിക്കുമായിരുന്നു. നല്ല രാവും പകലും എന്നെ പഠിപ്പിക്കും. അങ്ങനെ അങ്ങനെ ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ഒരു ടോപ്പ് ഗ്രേഡ് വീണ ആർട്ടിസ്റ്റായിട്ട് വരുമായിരുന്നില്ല, അത് തീർച്ചയാണ്. പിന്നെ അമ്മാവിൻ്റെ 5 മക്കളും സംഗീതമാണ്. മൂത്ത മകൾ രാജലക്ഷ്മി അക്കാഡമിയിൽ ഗാനഭൂഷണം മെയിൻ വീണ, ഗാനപ്രവീണ മെയിൻ വീണ, അങ്ങനെ 7 വർഷം പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മകൻ വിശ്വനാഥൻ കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിൽ ടോപ്പ് ഗ്രേഡ് വയലിനിസ്റ്റായിട്ട് റിട്ടയർ ചെയ്തു.
ഡോക്ടർ കെ ജയലക്ഷ്മി മകൾ, അദ്ദേഹത്തിൻ്റെ മകൾ MA മ്യൂസിക് മെയിൻ പാസ്സായി ഡോക്ടറേറ്റ് എടുത്ത് മഹാരാജാസ് കോളേജ് HOD ആയിട്ട് ഔദ്യോഗിക ജോലി ഭരിച്ച് അവർ റിട്ടയർ ചെയ്തു. അടുത്തത് 4ാമത്തെ മകൾ സരസ്വതി ശങ്കർ. അവർ വീണ എൻ്റെ ഇടയ്ക്ക് വീണ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പിന്നെ കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്യും. അതോടെ സിനിമാ സംഗീതം ഒരുപാട് സിനിമകളിലൊക്കെ പാടി, വളരെ സിനിമയിലൊക്കെ പാടി നല്ല സംഗീതത്തിനും വീണയിലും നല്ല പ്രാഗൽഭ്യം ഉള്ള ആളാണ്. 5ാമത്തെ മകൻ കെ ശ്രീനിവാസൻ സകല തൊക്കുവാദ്യങ്ങളും വാസിക്കും, ഘടം, മൃദംഗം, ഗഞ്ചിര ഒക്കെ. അപ്പോൾ വീട്ടിലെ എല്ലാ വാദ്യങ്ങളും ഉണ്ട്. അദ്ദേഹം സംഗീതം പഠിപ്പിക്കുന്നത് എന്നെ വീണയിൽ പാട്ട് പാടി പഠിപ്പിക്കും, മകനെ വയലിനിൽ പാട്ട് പാടി പഠിപ്പിക്കും, എല്ലാവരെയും അദ്ദേഹം പഠിപ്പിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് വീണയോ വയലിനോ ഒന്നും വ്യത്യാസമില്ല, എല്ലാം നന്നായിട്ട് ഞങ്ങളെല്ലാവരെയും നന്നായിട്ട് അദ്ദേഹം പഠിപ്പിച്ചിട്ടു. രാവും പകലും എന്നെ പഠിപ്പിച്ചിട്ടു. അതുകൊണ്ട് എന്നെ രാത്രി എന്നെ അപ്പം വായിക്കുമ്പോൾ അങ്ങനെ വായിക്കും ഇങ്ങനെ വായിക്കും എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് എന്നെ രാഗങ്ങളും താനവും നിറവനും സ്വരവും ഒക്കെ പഠിപ്പിച്ചിട്ടു. അതില്ലെങ്കിൽ ഇന്ന് ഞാൻ ഒരു വീണ വിദൂഷയായിട്ട് വരില്ല എന്നുള്ള കാര്യം പരമസത്യമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ 100ാമത്തെ ജന്മദിനം ഞാൻ ഗായകരത്നം ശ്രീ നെല്ലിയാർ കൃഷ്ണമൂർത്തി സാറും അമ്മാവനുമായി അദ്ദേഹത്തിൻ്റെ 100ാമത്തെ ജന്മദിനം ഇനി ഞാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടു എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഗുരുനാഥനായ ശ്രീ നെല്ലിയാർ കൃഷ്ണമൂർത്തി സാറിൻ്റെ 100ാമത് ജന്മദിനം കൊണ്ടാടുകയാണ് ഇന്ന്. ഈ ദിവസം അദ്ദേഹത്തിൻ്റെ മക്കളും ശിഷ്യന്മാരും എല്ലാം കൂടി ഗംഭീരമായിട്ട് നടത്തേണ്ട ഒരു പെരുന്നാളായിരുന്നു. പക്ഷേ കൊറോണ കാരണം ഒന്നും നടത്താൻ പറ്റിയില്ല. ക്ഷമിക്കണം എല്ലാവരും. എൻ്റെ ഗുരുനാഥൻ ശ്രീ നെല്ലിയാർ കൃഷ്ണമൂർത്തി സാറിൻ്റെ അടുത്ത് ഞാൻ 1951 മുതൽ പഠിക്കാൻ ചേർന്നു. എന്നെ മകനായിട്ടും ശിഷ്യനായിട്ടുമാണ് അദ്ദേഹം പഠിപ്പിച്ചതും ഉപദേശിച്ചതുമൊക്കെ. അദ്ദേഹത്തിൻ്റെ സംഗീതം കേട്ടാൽ ആരും മറക്കത്തില്ല, കാരണം അത്ര ഗംഭീരമാണ് ആ ശബ്ദം. അദ്ദേഹത്തിനെ കണ്ട ഒരു രാജവൈഭവമാണ് അദ്ദേഹത്തിൻ്റെ മുഖം കാണുന്നത്. ശുദ്ധമായ സംഗീതം, ശുദ്ധമായ മനസ്സ്, ഒരു സംഗീത കുടുംബം ആണ് അദ്ദേഹത്തിൻ്റെത്. മക്കളെല്ലാം വീണ, വയലിൻ, മൃദംഗം, ഘടം എല്ലാം വായിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗോമതി അമ്മാൾ എൻ്റെ അമ്മയെപ്പോലെയാണ്. രമണ 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 എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, എന്ത് വേണമെങ്കിലും നമ്മുടെ അടുത്ത് പറയുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് പാടാൻ പോകാമായിരുന്നു. അതൊരു വലിയ വിഷമം മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മണിക്കൂർ പാട്ട് കച്ചേരി ഇന്നലെ റേഡിയോ സ്റ്റേഷനിൽ 1 മണിക്കൂർ കേൾക്കാൻ സാധിച്ചു. അതൊരു എൻ്റെ വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അദ്ദേഹം എല്ലാവരും നന്നായിരിക്കണം, എല്ലാവരും നന്നായിട്ട് പാടണം എന്നുള്ള ഒരു മനസ്ഥിതിയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സ്വർലോകം പ്രാപ്തിയായിരിക്കും. അദ്ദേഹം ഇപ്പോൾ നമ്മൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കും. എല്ലാ മക്കളെയും എല്ലാ ശിഷ്യന്മാരെയും അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ് ഞാൻ എത്തുന്നു. നമസ്കാരം. ഗായകരത്നം நெல்லை ஸ்ரீ டிவி கிருஷ்ணமூர்த்தியினுடைய 100வது பிறந்தநாள் விழாவை அவருடைய குடும்பத்தார் ரசிகர்கள்லாம் சேர்ந்து இந்த மாதம் கொண்டாடுவதாக இருக்கக்கூடிய ஒரு சந்தோஷமான ஒரு செய்தியை கேட்டு எனக்கு ரொம்ப சந்தோஷம் ஏற்பட்டது. ஏன்னா நெல்லை கிருஷ்ணமூர்த்தி
ஒரு ரொம்ப பெரிய வித்வான், ரொம்ப பிரமாதமாக பாடுவார். சங்கீதத்துக்காக நிறைய உழைச்சிருக்கார். அதோட மாத்திரம் இல்லாமல் அவருடைய குருநாதால் அவர் யாருன்னா சங்கீதத்தில் ஜாம்பவான். ஆனால் இந்த அதிகேசவர நல்லூர் டாக்டர் எல் வித்யாபாதர் அவருடைய நெவ்யூ இவர், அவருடைய சிஷ்யரும். அதனால பெரிய சங்கீத பரம்பரையை சேர்ந்தவர் நெல்லை கிருஷ்ணமூர்த்தி அவர்கள். ஆகவே இவர் அவற்றெல்லாம் கற்றுண்டு ரொம்ப அசாத்தியமாக நம்ம கர்நாடக சங்கீதத்துக்காக ரொம்ப உழைச்சி 30 வருஷத்துக்கு குறைச்சல் இல்லாமல் சுவாதி திருநாள் மியூசிக் காலேஜ் எல்லாம் பிரின்சிபாலாக இருந்து நிறைய சேவை பண்ணியிருக்கார். அது மாத்திரமில்லாமல் அந்த முத்தியாரபாலுடைய மகானுடைய கீர்த்தனங்கள்லாம் நிறைய எடுத்து அதை பிரச்சாரப்படுத்தியிருக்கார். சுவாதி திருநாள் காலேஜ் இருந்ததுனால் சுவாதி திருநாள் கிட்டேயும் பிரச்சாரப்படுத்தியிருக்கார். அது மூலமாக லெகசின்னு சொல்லுவார். அந்த மாதிரி நிறைய சிஷ்யாலாம் உருவாக்கியிருக்காரு. நல்ல பேஷான சாரீரம், நல்ல லயஞானம், ஸ்ருதி ஞானம், பாட்டாந்திரம், நல்ல பாடக்கூடிய நல்ல திறமை, ஜனங்களுக்கு எப்படிலாம் அந்த சங்கீதத்தை கொடுத்தா ரொம்ப அவர் ரசிப்பாளோ அந்த மாதிரியில் எல்லாம் வழங்கின ஒரு பெரிய சிறந்த வித்வான் தான் நெல்லை கிருஷ்ணமூர்த்தி அவர்கள். ஆகவே ஒரு சிறந்த வித்வானுக்கு எல்லாருமா சேர்ந்து அவர் ஃபேமிலி பாக்கி இருக்கவா எல்லாரும் சேர்ந்து அவருக்கு 100வது பர்த்டே கொண்டாடுறதுங்கிறது சால சிறந்தது. இந்த ஒரு நன்னாளில் நான் அவரை பற்றி 2 வார்த்தை சொல்கிற ஒரு சந்தர்ப்பம் கிடைச்சது. எனக்கு நான் ரொம்ப சந்தோஷப்படுறேன். ஏன்னா நம்ம வித்வான்கள் செய்த பெரிய சேவையை நம்ம தான் பாராட்டி ஜனங்களுக்கு எல்லாம் சொல்லணும். அதுக்கு ஒரு நல்ல சந்தர்ப்பமாக இருக்கிறதுனால இந்த சந்தர்ப்பத்தில் அவரை பற்றி புகழ்ந்து பேசுறதுக்கு உண்டான ஒரு சந்தர்ப்பம் அவள் ஃபேமிலி எனக்கு கேட்டுருந்தா எனக்கு ரொம்ப சந்தோஷம். அதனால் அவருடைய அந்த சங்கீதம் வாழ்க, அவருடைய நாமம் வாழ்க என்று இந்த நன்னாளில் என்னுடைய வாழ்த்துக்களை அந்த குடும்பத்தாருக்கு நான் தெரிவித்து கொண்டு எனக்கு இந்த சந்தர்ப்பத்தை அவரை பற்றி பேசுறதுக்கு ஒரு சந்தர்ப்பம் அளித்த அந்த குடும்பத்தாருக்கு என்னுடைய மனமார்ந்த நன்றியை நான் தெரிவிச்சுக்கிறேன். நமஸ்காரம். Namaskaram. I am happy to learn that the centenary celebrations of Nellai Krishnamurti year is going to be celebrated this year by the devoted students and ardent lovers of music in Kerala. I deem it as my proud privilege to participate in these celebrations and also giving a speech about Sri Nellai Krishnamurti year. I would like to mention that it is my special feeling of pride when I say that we both hail from the same Shishya Parampara of a very great Mahaguru, Sri Harikesanallur Bhuttiya Bhagavatar, Harikatha exponent of outstanding merit, Mahagayaka, composer, musicologist, and innovator of new ragas. When we think of Sri Nellai Krishnamurti Iyer, we get a cheerful feeling, whether it is his personality, whether the type of music he gave to the music-loving public. Blessed with a very vibrant, sonorous voice, with arduous sadhaka or tapas, he put his voice to
the best advantage of producing a great music with great innovations on traditional lines. He has produced and molded many disciples. He was serving as the principal of SST College, and he proved to be a very good administrator also, as I was told. When I say he is the most responsible person to propagate the compositions of Harikesanallu Muthiah Bhagavatar's music, we have to ponder one or two points in this connection. I would like to mention that we cannot forget the services of Harikesanallu Vaidyalingam also, who was the brother's son of Sri Harikesanallu Muthiah Bhagavatar. Muthiah Bhagavatar chose Sri Harikesanallu Vaidyalingam to publish his songs with notation, and he chose Sri Nellai Krishnamurti Iyer for propagation with the purpose of giving the songs in a performance with Lakshana Lakshya dictions, so that the kritis will get a true propagation in terms of rendition. Sri Krishnamurti Iyer gave the best of his Muthiah Bhagavatar's songs, whether it is a song or Varnam or Tilana or a Neraval in the Kriti of Bhagavatar. He gave out his best for the benefit of the ardent lovers of music, Vidyarthis, and the co-musicians of his times. As a listener of music or a patron of music, Sri Krishnamurti Iyer proved to be an unbiased and unprejudiced Rasika when he was sitting in the audience. He would appreciate other musicians' music, and he would recognize and admire the points in a concert. And I have been one of the most fortunate Rasikas of his music. I have heard his music in Music Academy, and the lovers of music had been so fortunate who happened to hear his music in temple festivals of Kerala as well as in the Tirunelveli district of Tamil Nadu. And Sri Nellai Krishnamurti Iyer is also a very good friend of everybody. He was very friendly with everybody. He had been a very good conversationalist. And I happened to travel with him once from Trivandrum to Tirunelveli. And the travel weariness was not felt by me by his interesting conversation. And he was a humorist also, and to say, and he was a mimicrist also. And we were running a trust by name Guru Kripa Trust, and we have honored him in this trust. He inaugurated our festival in 1992 in Madurai also. So I am once again
I say it is my happiest fortune to talk a few words on Sri Nellai Krishnamurti Iyer on this happy occasion of commemoration of his centenary celebrations, which is going to be celebrated this year. I thank the organizers for having given me an opportunity to talk about him. Thank you once again. Namaskarams.